നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തിരുമേനിയുടെ വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. ചിലർക്ക് ഇങ്ങനെ കേട്ടു പഠിക്കാൻ ഇഷ്ടമാണല്ലോ. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്ക് കേട്ടു പഠിച്ചാലാണ് കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് അധ്യായം 1 പറയുന്നത്. പഴയ നിയമത്തിലെ അതിമനോഹരവും അർത്ഥഗംഭീരവുമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് രൂത്തിൻ്റെ പുസ്തകം. യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് രൂത്തിൻ്റെ ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഒരു മഹാകവിയായിരുന്ന ടെന്നിസന് നമ്മുടെ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനി ഒന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം. അത്ര മനോഹരമാണ് രൂത്തിൻ്റെ പുസ്തകം എന്നാണ് ടെന്നിസൺ പറയുന്നത്. ഒരു അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തേണ്ടതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുമെന്ന് രൂത്തിൻ്റെ പുസ്തകം വിശദീകരിക്കുന്നു. ഈ രൂത്തിൻ്റെ പുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രൂത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവാസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ രൂത്ത് ദാവീദ് രാജാവിൻ്റെ ഒരു വലിയമ്മയായിട്ട് വരും. അങ്ങനെ യേശുവിൻ്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ട ഒരു സ്ത്രീയാണ് രൂത്ത്. തിരുമേനി ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങളാണ്: സുന്ദരമായ ഭാഷാരീതി, മൃദുലങ്ങളായ ചിന്തകൾ, ഉത്കൃഷ്ടമായ വികാരങ്ങൾ, ആഴമായ മതവിശ്വാസം. ഇവയൊക്കെ ആകർഷകമായ വിധത്തിൽ ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് തിരുമേനി പറയുന്നത്. രൂത്ത് എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. ഗോയേൽ എന്ന എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന് പ്രതികാരകൻ, ചാർച്ചക്കാരൻ, ബന്ധു എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും വീണ്ടെടുപ്പുകാരൻ എന്നുള്ളൊരു പരിഭാഷയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മഹാധനികനായ ബോവാസ് എന്ന ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ രൂത്തിൻ്റെ പുസ്തകത്തിന്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു. നമുക്കിനി ബോവാസിനെ കുറിച്ച് നോക്കാം. ബലം അവനിൽ എന്നാണ് ബോവാസ് എന്ന പദത്തിന്റെ അർത്ഥം. ബോവാസിനെ ഒരു രക്ഷകന്റെ അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരന്റെ മാതൃകയായി അവതരിപ്പിക്കുന്നതിലൂടെ ആത്യന്തികമായി മനുഷ്യനെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മുൻകാഴ്ച രൂത്തിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. വീണ്ടെടുപ്പിന് യാതൊരു അർഹതയുമില്ലാത്ത മോവാബ്യരിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായി വീണ്ടെടുത്ത് അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ ബോവാസ് തയ്യാറായി. ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ മുൻകുറിയായി അങ്ങനെ ബോവാസ് മാറി. കർത്താവ് ഒരുക്കുന്ന രക്ഷാപദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. രൂത്തിൻ്റെ പുസ്തകം ആരാണ് എഴുതിയത് എന്നതിനെക്കുറിച്ച് പുസ്തകത്തിൽ യാതൊരു സൂചനയും നൽകുന്നില്ല. പക്ഷേ ശമൂവേലിൻ്റെ പുസ്തകത്തിനും രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെയും ഭാഷാശൈലി ഒരേപോലെ ആയതിനാൽ രൂത്തിൻ്റെ പുസ്തകവും എഴുതിയത് ശമൂവേൽ എന്നാണ് യഹൂദരാബിമാരുടെ പാരമ്പര്യം പറയുന്നത്. എന്നാൽ ചിലർ ഇത് ശമൂവേലിൻ്റെ കാലത്തിന് ശേഷം ഉണ്ടായതാണെന്ന് വാദിക്കുന്നുണ്ട്. ദാവീദിൻ്റെ വംശാവലി നൽകണമെന്നുള്ളതാണ് ഗ്രന്ഥകാരൻ്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാൽ പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാം എന്നുള്ളൊരു ചിന്തയും നിലവിലുണ്ട്. BC 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം എന്നും പറയപ്പെടുന്നു. ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയതെന്നാണ് സാരം. പാരമ്പര്യപ്രകാരം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം BC 1300 സംഭവം എന്നുള്ള ചിന്തയ്ക്കാണ് ഇവിടെ മുൻതൂക്കം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ ഇവയാണ്: യഹൂദനായ എലീമലേക്ക് ഭാര്യയായ നവോമിയോടും മക്കളോടുമൊപ്പം മോവാബിൽ താമസമാക്കുകയും മക്കളായ മഹ്ലോനും കില്യോനും മോവാബിയരായ രൂത്തിനെയും ഓർപ്പയെയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എലിമലേക്കും മഹ്ലോനും കില്യോനും മരിക്കുകയും അമ്മായിയമ്മയും മരുമക്കളും വിധവകളാവുകയും ചെയ്യുന്നു. നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഓർപ്പ അവരെ വിട്ടുപോകുന്നു. രൂത്ത് നവോമിയോടും നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് പോകുന്നു. ഇസ്രായേലിൽ ക്ഷാമമുണ്ടാകുമ്പോൾ ഇസ്രായേലരായ എലിമലേക്കും ഭാര്യ നവോമിയും 2 മക്കളായ മഹ്ലോനും കില്യോനും കൂടി
ബെത്ലഹേമിൽ നിന്നും യഹൂദയിലെത്തുകയും അവിടെ നിന്ന് മോവാബിൽ പോയി താമസിക്കുകയും ചെയ്തു. അന്ന് മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു. മോവാബ്യരായ ആളുകളോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഇസ്രായേലിയർക്കിടയിൽ ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 23 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു അർമോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. അപ്പം ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നല്ലാതെ മോവാബിലോട്ട് പോകാൻ ഇസ്രായേലിൽ ആർക്കും അനുവാദമില്ലായിരുന്നു. എന്നിരുന്നാലും ഈ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് എലീമലേക്ക് മോവാബിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത തലമുറയെ കാണാൻ സാധിക്കാതെ അവിടെ മരിച്ചുപോയി. എലീമലേക്കിൻ്റെ മരണശേഷം എലീമലേക്കിൻ്റെയും നവോമിയുടെയും മക്കളായ മഹ്ലോനും കില്യോനും മോവാബ്യരായ 2 സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണ്. അവരുടെ പേരാണ് ഓർപ്പയും രൂത്തും. ഏകദേശം 10 വർഷക്കാലം അവർ ഒരുമിച്ച് ജീവിച്ച ശേഷം മഹ്ലോനും കില്യോനും മരിക്കുകയാണ്. അങ്ങനെ അമ്മായിയമ്മയും 2 മരുമക്കളും മാത്രം ശേഷിക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് കുറേ പേരുകളുണ്ട്, അവയുടെയൊക്കെ അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. എലിമലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവാകുന്നു. ഓർപ്പ കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ. രൂത്ത് സഖിയായവൾ അല്ലെങ്കിൽ സഖിത്വമുള്ളവൾ. മഹ്ലോൻ ക്ഷീണിതൻ. കില്യോൻ ക്ഷയിച്ചു പോകുന്നവൻ. നവോമി സന്തോഷം. ഭർത്താവും 2 മക്കളും നഷ്ടപ്പെട്ട നവോമി യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് കേട്ട് മോവാബിൽ നിന്ന് യഹൂദ ദേശത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു പുറപ്പെടുന്നു. നവോമി തന്റെ മരുമക്കളോട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ പറഞ്ഞു. ഓർപ്പ നവോമിയുടെ നിർബന്ധപ്രകാരം തന്റെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് അമ്മായിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. അവൾ നവോമിയോട് പറഞ്ഞു, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. രൂത്തിന്റെ ഈ പ്രസ്താവന വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ഒരു ചൂണ്ടുപലകയായിട്ട് മാറി. മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്നുള്ളൊരു നിശ്ചയം രൂത്തിലുണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു. കൂടാതെ അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിൻ്റെ ദൃഢതയും ഇവിടെ ദൃശ്യമാണ്. ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാകുന്നു. സർവവും ത്യജിച്ച് നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുവാനുള്ള രൂത്തിന്റെ നിശ്ചയം വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമാണ്. കാരണം അന്യദേശത്ത് കബറെടുക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ഒരിക്കലും ചേരാൻ കഴിയില്ല എന്നുള്ള ചിന്തയ്ക്ക് ഊന്നലുള്ള ഒരു കാലയളവിൽ രൂത്തിന്റെ ഈ നിലപാടും തീരുമാനവുമെല്ലാം വളരെ സാഹസികമായിരുന്നു. അങ്ങനെ നവോമി രൂത്തുമായി യഹൂദയിലേക്ക് മടങ്ങി വരികയാണ്. ഭർത്താവും മക്കളുമൊത്ത് മോവാബിലേക്ക് സന്തോഷത്തോടെ പോയ നവോമി തൻ്റെ മരുമകളായ രൂത്തുമൊത്ത് സങ്കടത്തോടെയാണ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നഷ്ടത്തിലൂടെയാണ് തിരിച്ചു വരുന്നത്. നവോമി ഇങ്ങനെ പറയുന്നുണ്ട്, നവോമി എന്നല്ല മാറ എന്നെ വിളിക്കൂ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ദുഃഖപൂർണമായ സ്ഥിതിയിലാണെങ്കിലും തൻ്റെ പേരിൻ്റെ അർത്ഥമായ സന്തോഷം അന്വർത്ഥമാക്കാൻ നവോമി ശ്രദ്ധിക്കുന്നുണ്ട്. ബേത്ലഹേമിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നെങ്കിലും ഒരു വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശ നമുക്കിതിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് രൂത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.